മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മദ്രാസ് ഭദ്രാസനത്തിലെ ഒരു പ്രധാന പള്ളിയായ കോയമ്പേട് സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്ന് ബഹുമാനപ്പെട്ട വികാരി ജിജി മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠനങ്ങളും മറ്റ് സംഹിതകളും ചേർത്ത് ഒരു വീഡിയോ ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന രഹസ്യങ്ങളുടെ രഹസ്യവും കൂദാശകളുടെ കൂദാശയും എല്ലാ ആധ്യാത്മിക ജീവിതങ്ങളുടെയും നിറവുമാണ്. വിശുദ്ധ കുർബാന ബലിയാണ്. ബലിപീഠവും ബലിവസ്തുവും കർത്താവ് തന്നെയാണ്. ബലിപീഠമാകുന്ന കർത്താവിൽ ബലിവസ്തുവാകുന്ന കർത്താവ് സമർപ്പിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ അതിൽ പൂർണ്ണമായി മാറുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാനയിൽ ഉള്ളത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ എന്നേക്കുമായി കാൽവരി ക്രൂശിൽ പരമയാഗമായ തിരുബലിയെ അന്നെന്ന പോലെ ഇന്നും സഭാമക്കൾ അനുഷ്ഠിക്കുമ്പോൾ അത് ഒന്നിൻ്റെ ആവർത്തനമാകാതെ സജീവമായ പങ്കാളിത്തമായി മാറുന്നു എന്നതാണ് സഭയുടെ വിശുദ്ധ കുർബാനയുടെ പ്രധാന പ്രത്യേകത. സഭാമക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയിലെ അവരുടെ സാന്നിധ്യവും അതിൽ നിന്നുള്ള അവരുടെ അനുഭവവും അവരുടെ ജീവിതത്തിന് അനശ്വരതയുടെ ഭക്ഷണമായി മാറുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇന്നലെ നടന്ന ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ ആവർത്തനമായി മാറാതെ തന്നെ ഇന്നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇന്നത്തെ വർത്തമാന നിമിഷത്തിൽ യേശുക്രിസ്തുവിനെ പ്രാപ്യമാക്കുന്ന വലിയ ഒരനുഭവം വിശുദ്ധ കുർബാനയിലൂടെ നേടിക്കുന്നു. അത് സഭയ്ക്കും സമൂഹത്തിനും മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം കോയമ്പേട് സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് പള്ളി ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം നടത്തുന്നു എന്ന് കാണുന്നതിൽ അവർക്ക് പ്രത്യേകമായ അഭിനന്ദനം ബലഹീനനായ നാം നൽകുകയാണ്. ഈ ഉദ്യമത്തിൻ്റെ പിന്നിൽ പരിശ്രമിച്ചവരായ പലരുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതിന് ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സഹായിച്ചതായ പ്രിയപ്പെട്ട നമ്മുടെ വർഗീസ് ഈപ്പൻ മണ്ണിലെയും കുടുംബത്തെയും ഞാൻ ഈ സമയം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഭംഗിയായി ചിത്രീകരിക്കുവാനും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനും പരിശ്രമിച്ച ശ്രീ AJ ചാൾസിനെയും കുടുംബത്തെയും ഞാൻ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. ഈ ഉദ്യമത്തിന് വേണ്ടതായ നേതൃത്വവും സഹായ സഹകരണങ്ങളും നൽകിയത് ഇടവക വികാരി ബഹുമാനപ്പെട്ട ജിജി മാത്യു അച്ഛനോട് ചേർന്ന് ആ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്ന ഫാമിലി ഫെലോഷിപ്പ് ആകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും ഇടവകയിലെ
ഫാമിലി ഫെലോഷിപ്പ് പ്രവർത്തകരെയും പ്രത്യേകമായി ഞാൻ പ്രശംസിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രസിദ്ധീകരിക്കപ്പെടുന്നതായ സഭയുടെ കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളതായ ഈ വീഡിയോ ദൈവനാമ മഹത്വത്തിനും സഭയുടെ കൊമ്പുയരുന്നതിനും സഭാമക്കളുടെ ആത്മീയ വളർച്ചയ്ക്കുമായി ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവം മാർ യൂഹാനോൻ ദിയസ്കോറോസ് മെത്രാപ്പോലീത്ത. റവറൻഡ് ഫാദർ ജിജി മാത്യു വാകത്താനം. ചെറുപ്പം മുതലേ ദൈവീക ചിന്തകളിൽ അടിയുറച്ചു നിന്ന ജിജിയച്ചൻ തൻ്റെ ജീവിതം രക്ഷകനായ യേശുക്രിസ്തുവിൽ സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി 1998 കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ ചേർന്ന് GST, BD എന്നീ ബിരുദങ്ങൾ കരസ്ഥമാക്കി. 2003 ഡിസംബർ 4 വാകത്താനം വള്ളിക്കാട്ട് ദേറായിൽ വെച്ച് അന്നത്തെ ഭദ്രാസന മെത്രോപൊലീത്ത ആയിരുന്ന ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് തിരുമേനി ഭദ്രാസനത്തിനു വേണ്ടി അദ്ദേഹത്തിന് കശീശാ പട്ടം നൽകി. തൻ്റെ ശുശ്രൂഷ ജീവിതത്തോടൊപ്പം കലാ, സാഹിത്യ, സാംസ്കാരിക വേദികളിലും അദ്ദേഹം സജീവമായിരുന്നു. കോട്ടയം ശ്രുതി ലിറ്റർജിക്കൽ മ്യൂസിക് സ്കൂളിൽ നിന്നും ഡിപ്ലോമ കരസ്ഥമാക്കിയ ജിജിയച്ചൻ മംഗളം കലാസാഹിത്യ വേദിയുടെ വള്ളിക്കാട്ട് ശാഖാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. വള്ളിക്കാട്ട് ദേറായിൽ നിന്നും രണ്ടാമത്തെ പരിശുദ്ധ കാതോലിക്കയെപ്പറ്റി പ്രസിദ്ധീകരിച്ച ഗാനങ്ങളടങ്ങിയ ഭാഗ്യസ്മരണ എന്ന CD-യുടെ സംഗീത സംവിധായകനും ഗാനങ്ങളും വേദവായനകളും അടങ്ങിയ പ്രത്യാശ എന്ന പുസ്തകത്തിന്റെ ക്രോഡീകരണ പങ്കാളിയും ആയിരുന്നു. റവറൻഡ് ഫാദർ ജിജി മാത്യുവിന്റെ ആചാര്യ ജീവിതം ചെന്നൈയിലാണ് ആരംഭിച്ചത്. ആദ്യമായി ആവടി രാമലിംഗപുരം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ സ്ഥാനമേറ്റു. 2004 സെപ്റ്റംബറിൽ തിരുമേനിയുടെ കൽപ്പന പ്രകാരം കോയമേട് സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് ചാപ്പലിൽ സഹവികാരിയായി ചാർജ് എടുത്തു. 2006 സെപ്റ്റംബർ 2 കോയമേട് പള്ളി സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഭദ്രാസന മെത്രോപൊലീത്ത ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് ജിജിയച്ചനെ സ്വതന്ത്ര ഇടവകയുടെ ആദ്യത്തെ വികാരിയായി നിയമിച്ചു. ഇടവകാംഗങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ചാപ്പൽ സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെട്ടത്. തുടർന്ന് ചുരുങ്ങിയ കാലയളവിൽ ഈ ദേവാലയം കേരളത്തിനകത്തും പുറത്തും ഒരു മാതൃകയാക്കി മാറ്റുവാൻ ജിജിയച്ചന് സാധ്യമായി എന്നുള്ളത് ഇടവകാംഗങ്ങൾക്കും അഭിമാനിക്കാവുന്നതാണ്. ഈ പള്ളിയുടെ തുടർന്നുള്ള പുരോഗതി അതിവേഗത്തിലായിരുന്നു. പള്ളിയും പരിസരവും അതിമനോഹരമായി സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഈ പള്ളി സന്ദർശിച്ച മേൽപ്പട്ടക്കാരും പട്ടക്കാരും മറ്റുള്ളവരും പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് ഫലമാണ് ഈ പള്ളി അങ്കണത്തിൽ തലയുയർത്തി നിൽക്കുന്ന കുരിശും തൊട്ടിയും പിച്ചള പൊതിഞ്ഞ കൊടിമരവും കണ്ണിന് കുളിർമ നൽകുന്ന പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള പള്ളി പരിസരം. അടുത്ത കാലത്ത് ആരംഭിച്ച മദ്രാസനത ബുള്ളറ്റിൻ അഗപ്പയുടെ ചീഫ് എഡിറ്റർ സ്ഥാനം നമ്മുടെ തിരുമേനി ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് ബഹുമാനപ്പെട്ട ജിജിയച്ചന്റെ കഴിവുറ്റ കരങ്ങളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജിജി മാത്യു, അനിത ദമ്പതികളുടെ ഏക മകനാണ് ഏബേലം ജിജി. തികച്ചും അനുഗ്രഹപ്രദമായ കുർബാന സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ സമർപ്പിക്കുന്നു. Bye.
ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ നിന്നെ പ്രസവിച്ച മറിയമും നിന്റെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
വിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാറക്കുമോ. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാത്തവണ്ണം അവനെ മരിച്ചവരിൽ നിന്നും എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ച് അവൻ ദാവീദിൻ്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നുവെന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേൻ. അമീൻ. ഹബീബായി ബാർക്കുമോ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ. ഒടുവിൽ കർത്താവിലും അവന്റെ ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാവേശിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചിരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കവണ്ണ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യതയോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കപ്പെടുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കുമ്പോഴും അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. ആഹായി ബാറക്കുമോ. ബാർക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ ശിംശിയായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യക മറിയമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യേശു തമ്പുരാൻ തിബെരിയോസ് തടാക തീരത്ത് വെച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായി. അത് ഇപ്രകാരമായിരുന്നു: ശീമോൻ പത്രോസും ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമസും ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേലും സബദിപുത്രന്മാരും ശിഷ്യന്മാരിൽ മറ്റ് 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ അവനോട്, ഞങ്ങളും നിന്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞു. അവർ ഒരു വഞ്ചിയിൽ കയറിപ്പോയി. ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ പ്രഭാതമായപ്പോൾ യേശു തടാക തീരത്ത് നിൽക്കുകയായിരുന്നു. അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. യേശു തമ്പുരാൻ അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ ഭക്ഷിക്കുവാൻ വല്ലതുമുണ്ടോ? അവർ അവനോട് ഇല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, വഞ്ചിയുടെ വലത് ഭാഗത്ത് വീശുമീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്രകാരം അവർ വീശി. അതിൽ അകപ്പെട്ട മത്സ്യങ്ങളുടെ പെരുപ്പ് നിമിത്തം വല വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിന് പ്രിയപ്പെട്ട ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് നമ്മുടെ കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശീമോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് അങ്കിയെടുത്ത് അരയിൽ ചുറ്റി തടാകത്തിൽ ചാടി യേശുവിൻ്റെ അടുക്കൽ ചെന്നു. മറ്റ് ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 100 മീറ്ററിലധികം ദൂരത്തല്ലായിരുന്നത് കൊണ്ട് അവർ ആ മത്സ്യം നിറഞ്ഞ വല വലിച്ചുകൊണ്ട് വഞ്ചിയിൽ തന്നെ വന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. Barkumor Staumen Kalos നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ
സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഗോകുൽത്തായുടെ ഉയരത്തിൽ വെച്ച് കലർത്തപ്പെടുകയും അത് മുഖാന്തരം പാപികൾ മോചനം പ്രാപിച്ച് അന്യായത്തിൽ നിന്ന് വെടിപ്പാക്കുകയും ചെയ്ത സ്തോത്രത്തിൻ്റെയും രക്ഷയുടെയും കാസായും ശ്ലീബാമേൽ വെച്ച് ചൊരിയപ്പെടുകയും അതിനാൽ വിജാതിർ മുദ്രകുത്തപ്പെടുകയും മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്ത പാപപരിഹാര രക്തവുമായ കർത്താവേ, നിനക്ക് സ്തുതി. ദൈവികമായി സ്തോത്രബലി നിനക്കർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായി വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ആകയാൽ പാപങ്ങൾ പരിഹരിക്കുന്നവനും വെടിപ്പാക്കുന്നവനും മകർത്തങ്ങൾക്ക് ക്ഷമ നൽകുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദേവതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞിനെ തളിക്കണമേ. കർത്താവും മഹത്വത്തിന് നാഥനുമായ മെശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്കുത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ടെഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിന് എത്തിച്ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ക്കണമേ. കർത്താവേ, കോപമടികൾ ഞങ്ങളിൽ നിന്ന് കരുണയോടെ തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങൾ അർഹരായിത്തീരണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഹോശവബുക്കുല സുബാൻ ലവൽ മേ. സകലത്തെയും സൃഷ്ടിച്ച് ക്രമീകരിക്കുന്ന ഞങ്ങളുടെ ദൈവമായ മിശിഹ തമ്പുരാനെ, നീ ലോകങ്ങളുടെ രക്ഷാകരമായ ജീവശ്വാസവും അനശ്വരതയുടെ നിർമ്മലമൂറോനും മരണമില്ലായ്മയുടെ പരിമളവാസനയുമാകുന്നു. നിന്റെ ദിവ്യജ്ഞാനമാകുന്ന സൗരഭ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിറച്ചു. തിരുമുമ്പാകെ നിൽക്കുവാനും അവർണ്ണനീയങ്ങളായ നിന്റെ ദിവ്യരഹസ്യങ്ങളെ പരിചരിച്ചനുഷ്ഠിക്കുവാനും എളിയവരും മൺവേരുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തു. മാലാഖമാർ പോലും ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന അവർണ്ണീയങ്ങളായ
നിന്റെ ദിവ്യരഹസ്യങ്ങളെ പരിചരിക്കുവാനും അനുഷ്ഠിക്കുവാനും നീ ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വ്യർത്ഥചിന്തകളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ നീ സ്വതന്ത്രമാക്കി രക്ഷിക്കണമേ. ലഘുവും ആനന്ദപ്രദവുമായ നിന്റെ നുഖത്തിൻ കീഴ് ഉത്തമവും പരിപൂർണവുമായ സേവനം നിനക്ക് ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളുടെ ഉണർവോടും സൽപ്രവർത്തികളോടും കൂടെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തിരുമുമ്പാകെ ഞങ്ങൾ ജീവിക്കുമാറാകണമേ. സൗഭാഗ്യകരമായ പര്യവസാനത്തിലേക്കും ദുഃഖങ്ങളും നടുവീർപ്പുകളുമില്ലാത്ത മാലാഖമാർക്ക് അനുയോജ്യമായ ജീവിതത്തിലേക്ക് ഞങ്ങൾ ചെന്നു ചേരണമേ. ആയത് നിന്റെ കൃപയാലും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ കൽപ്പിച്ചയച്ച വാഴ്ത്തപ്പെട്ടവനും ധന്യനുമായ നിന്റെ പിതാവിൻ്റെ തിരുപക്ഷത്താലും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താലും സാധിക്കുമാറാകണമേ. വബുക്കുല സുബാൻ ലവൽ മേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും വന്നേക്കം ചൊരിയപ്പെടുമാറാകട്ടെ. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു. ഞാൻ എൻ്റെ ദൈവത്തോട് ഇപ്രകാരം കീർത്തിച്ച് പറയുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനാകുന്നു. ജീവനുള്ളവനും പരിശുദ്ധനുമായ റൂഹാദാൻ പരിശുദ്ധനാകുന്നു. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളിന്മേൽ രണ്ട് ലോകങ്ങളിലും ഒന്നേക്കും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയാകുന്ന തൻ്റെ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. അത്രാഹുൻ ഒൽമലവോലം വൽബേ. ബാറക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഗുരുക്കന്മാരുമേ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയും
ഞാൻ അർപ്പിക്കുന്നതായ ബലിദൈവം തമ്പുരാൻ കൈക്കൊള്ളുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമായി Barkumor Somen Kalos ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാഥനായ ഉന്നതനും അദൃശ്യനുമായ ദൈവമേ, നിന്റെ ശാന്തി സമാധാനവും ഞങ്ങളുടെ ഇടയിൽ വിതയ്ക്കണമേ. ആയുഷ്കാലം മുഴുവനും നിന്നോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിസ്തോത്രവ സമർപ്പിക്കും. ഹോ ശോഭബുക്കുല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിനും ഭാഗനാം തലകുനിക്കണം. കർത്താവേ, ഞങ്ങൾ തിരുമുമ്പാകെ തലകുനിച്ചു വണങ്ങിക്കൊണ്ട് ഹൃദയവേദനയോടെ നിന്നോട് പ്രാർത്ഥിക്കുന്നു.
മനോദുഃഖിതർക്ക് ജീവൻ നൽകുന്ന നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുക്കുല സുബാൻ ലവൽ മേ. കർത്താവേ, നീ ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് എളിയവരും നിന്റെ ദാസരുമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കപ്പെടുന്നതായ സമയത്ത് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുക്കുല സുബാൻ ലവൽ മേ. പാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട യാചകന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഹുബോ പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. മാലാഖമാരും പ്രധാന മാലാഖമാരും അദൃശ്യമായ നിന്റെ ശ്രേഷ്ഠതയെ സ്തുതിച്ചു പുകഴ്ത്തുന്നതായി ഈ സമയത്ത് ഞങ്ങളും ഉന്നത ശബ്ദത്തിൽ കാദീശുപാടി നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസഖീന വമറീന. മനസ്സോടെയുള്ള കഷ്ടാനുഭവം നിർവഹിക്കുവാൻ കർത്താവ് തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത പിതാവേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. മാറേ ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും നിങ്ങൾക്ക് നിത്യജീവന് വേണ്ടി വഴിയാഹാരമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരം ഇതാകുന്നു എന്നരുൾ ചെയ്തു. വൽഹായേ ദൽവോലം വൽമേ.
ഇപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. ബാറേ തൻ്റെ പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകിയവരോട്, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും കടങ്ങളുടെ മോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുന്ന എൻ്റെ രക്തം ഇതാകുന്നു എന്നരുളി ചെയ്തു. വൽഹായതല്ലോ ഓലം വൽമേ. ഇവയെ നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ഓർമ്മ നിങ്ങൾ അനുഷ്ഠിക്കുവീനെന്ന് താൻ അവരോട് കൽപ്പിച്ചു. അദാമോ ദോസേനോ. കർത്താവേ, നിന്റെ കൽപ്പനകളെ ഞങ്ങൾ അനുസരിക്കുന്നു. നിന്റെ മനുഷ്യാവതാര സ്മരണയെ ഞങ്ങൾ നിർവഹിക്കുന്നു. സംഭ്രമജനകമായ നിന്റെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. പ്രഭജനകവും ഭയങ്കരവുമായ സിംഹാസനത്തിൽ നീയിരിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നീ ഓർക്കരുതേ. പിന്നെയോ ദയാപൂർവം ഞങ്ങളെ നോക്കി ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബീദിക്കാമോ ലാബോ കഗാദമറോ. അനുഗ്രഹം ചെയ്യണമേ. ബാറക്കുമോ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. എൻ്റെ കർത്താവേ, എന്നോടുത്തരമരുളി. നല്ലവനേ ദേവതോ, നീ എന്നിൽ കരുണ ചെയ്യണമേ.
പരിശുദ്ധ റൂഹ ദൃശ്യമായി പറന്നവസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുശരീരമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ദൃശ്യമായി പറന്നവസിച്ച ഈ കാസായെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇവ സംരക്ഷണവും ശക്തിയും നൽകുന്ന സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതുമായി തീരണമേ. ആയത് നിന്റെ ഏകജാതന്റെ കൃപയാലും കരുണയാലും മനുഷ്യ സ്നേഹത്താലും സാധിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവൻ്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രവും യോഗ്യമാകുന്നു. ഹോശോ വബുക്കുല സുബാൻ ലവൽ മേ പാർക്കുമോ ഇന്നും ഈ ആഴ്ചക്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ വേളയെ മേച്ച് ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിറത്തോട്ട് പോരുന്ന നമ്മുടെ പാത്രിയർക്കീസ്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബുമാർ ദിയസ്കോറോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ബലഹീനമായ മധ്യസ്ഥതയിൽ നിന്ന് ആർക്ക് വേണ്ടി കുർബാന അർപ്പിച്ചിരിക്കുന്നുവോ അവരെയും അർപ്പിക്കുവാൻ കഴിയാതെ പോയവരെയും തിരുമുമ്പാകെ ഞങ്ങൾ ഓർക്കുന്നു. നീ കൃപയോടെ അവരുടെ കുർബാനയും വഴിപാടുകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. അവരെ വിദ്വേഷിക്കുന്ന ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊള്ളണമേ. അവർ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുക്കുല സുബാൻ ലവൽ മേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, കോപത്തിൽ നിന്നും പീഡകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കോപമടികളിൽ നിന്നും നിർദ്ധയന്മാരായ അധികാരികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. നീ ഞങ്ങൾക്ക് സങ്കേതസ്ഥാനവും സഹായവുമായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും വന്നേക്കും തന്നെ. നാല് ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശ്വാസപൂർവ്വം നിന്നെ വിളിക്കുന്നവർക്ക് നീ വേഗത്തിൽ ഉത്തരമരുളണമേ. പാപങ്ങളുടെ ശിക്ഷാവധിയിൽ നിന്നവരെ നീ രക്ഷിച്ചു കൊള്ളണമേ.
ناسكل شبهاتم دي سيخي دايا برامل روحي لكاديشو هوشو وبكل سبال والمين ആമേൻ. ഭാഗ്യമോർ ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും എവൻഗേലിസ്തന്മാരെയും സഹോദയന്മാരെയും ബൗദ്ധ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാന്റെ മുന്നോട്ടുകാരനുമായ മാറിവാനോന്മാബ്ദാനായും ശമാശന്മാരിൽ പ്രധാനിയും സഹോദയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലിയായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിന് ഞങ്ങൾ അർഹരാക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരോടുകൂടെ ഞങ്ങൾ ആത്മീയ ആനന്ദം അനുഭവിക്കണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുകൂല സ്വബാൻ ലവൽ മേ വാർക്കുമോർ സ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കൊസ്തന്തിനാപ്പോലീസിലും എപ്പേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുരോഹിതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്നാസിയോസും അത്താനാസിയോസും യോലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കോറോസും തീമോത്തിയോസും ഫിലക്സിനോസും അന്തീമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവ് എപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് ബൂർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാർ തലവനായ മാർ ബർസവുമായും മാർ ശമോൻ ദോസ്തൂനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോവും മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയിൽ ശരിയായി സുവിശേഷം പ്രചരിപ്പിച്ചിട്ടുള്ളവരെ നീ ഓർക്കണമേ. സ്വീകാര്യോഗ്യമായവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കരുണയോടെ നീ ഞങ്ങളെ സഹായിച്ചവരുടെ സംഘങ്ങളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുകൂല സുബാൻ ലവൽ മേ പാർക്കുമോ അരൂപികളുടെയും സകല ജഡങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും
ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളുടെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയിലായിസോ എന്ന് അട്ടഹസിച്ച് പറയണം. ഗുറിയേലായിസോൻ, ഗുറിയേലായിസോൻ, ഗുറിയേലായിസോൻ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും നാമങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ നാമങ്ങളോടുകൂടെ നീ ചേർക്കണമേ. ഞങ്ങളുടെയും അവരുടെയും കുറ്റങ്ങളെ നീ ഓർക്കരുതേ. ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ അല്ലാതെ പാപത്തിൽ നിന്ന് നിർമ്മലനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. കർത്താവെ, പാപികളും എളിയവരുമായി നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ശക്തിയേറിയ നിന്റെ വലത്തു കൈ നീട്ടി പാപക്കണികളിൽ വീഴാതിരിപ്പാൻ ഞങ്ങളെ താങ്ങണമേ. ലജ്ജ കൂടാതെ തിരു മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും അനശ്വരമായ മണവറയിലേക്ക് നയിക്കണമേ. ഇവിടെയും അവിടെയും വിശുദ്ധവും വന്യവുമായ നിന്റെ നാമത്തെ നിന്റെ ഏകപുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിച്ചു പുകഴ്ത്തുമാറാക്കണമേ. ഹോശോ വബുകൂല സുബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, മേലുള്ളവരും താഴെയുള്ളവരും ആത്മീയരും മൺമേരും നിന്നെ വന്ദിക്കുന്നു. ബലഹീനരും ദുരിതമനുഭവിക്കുന്നവരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയോടപേക്ഷിക്കുന്നു. പാപത്തിൻ്റെ സകല അശുദ്ധതയിൽ നിന്നും അനീതിയിൽ നിന്നും ഞങ്ങളെ നീ വെടിപ്പാക്കണമേ. നിർമ്മലവും നിഷ്കളങ്കവുമായ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ മഹാകരുണകൾ ഞങ്ങളിൽ ചൊരിയണമേ. ദുഷ്ടനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടന്മാരും ദ്രോഹികളുമായ മനുഷ്യരിൽ നിന്നും നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിസ്തോത്രവ സമർപ്പിക്കും. ഹോശോ വബുകൂല സുബാൻ ലവൽ മേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പാർക്കുമോർ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ച് നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനത്തെ നീ ദർശിക്കണമേ. നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം ഇവരുടെ ഉത്തമയാചനകൾക്ക് നീ മറുപടി അരുളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിസ്തോത്രം സമർപ്പിക്കും. ഹോശോ വബുകൂല സുബാൻ ലവൽ മേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. തെഹവേ പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. ശുഭഹോ കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ.
തൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യായോ ഹാലേലുയ്യാ നിൻ വലമായി രാജഭാമിനിയും ബഹുല ബോല ബറോ വൽ റൂഹോ കാദീശോ ഭക്തർ മുകച്ച ഭാജനമേ മന്നമകൾ കായി ശ്ലോമോ ബഹുല ബോല ബറോ വൽ റൂഹോ കാദീശോ തേടരുതേ മാതാവേ നീതിമാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലുയ്യ മവല്ലബനോൻ കാരകിൽ പോൽ ബഹുല ബോല ബറോ വൽ റൂഹോ കാദിശോ
തിരുപോലിംഗം മാർ പത്രോസ് പൗലോ ഭാഗ്യം നബിയർക്കും ഭാഗ്യം മശിഹായെ കാൺമാൻ ഗംഷിച്ചൊരു പരിശുദ്ധന്മാരെ നിങ്ങൾ ചാർത്തുന്നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലുയ്യോ ഹാലേ ലുയ്യാ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം bola boromal ruho kadesho ശുദ്ധിയോട് ശുദ്ധിയ ബസ്കുദിശ നിർമ്മലമദ്ബഹായിൽ ഗാതൃ സ്നേഹ ബഹല ബോല ബറവൽ റൂഹോ കാദേശോ ആചാര്യേശ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ
മൃതരെ ജീവിപ്പിപ്പാൻ എഴുന്നള്ളും രാജാ. മരമതിനുയരെ കർത്താവേ, ഞങ്ങളെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യന്മാരായി തീരണമേ. ആമീൻ. Alleluia.
നാം അട്ടഹസിച്ചു പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിന് ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുറക്കര നീട്ടി നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ
നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ നിന്റെ നിർരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതിപകരത്തിനുമായി തരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കണമേ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. മഹത്വവും വിസ്മയനീയവുമായി ദിവ്യനിക്ഷേപം ഞങ്ങളിൽ നീ കാത്തു സൂക്ഷിച്ച് നിന്റെ രാജ്യത്തിലെ ആനന്ദാനുഭവത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുക്കുല സുബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. മഹത്വത്തിൻ്റെ രാജാവായ മിശിഹാ തമ്പുരാനെ, വിശ്വാസികളായ നിന്റെ ജനങ്ങൾക്ക് നീ പാപപരിഹാരം നൽകണമേ. നിന്റെ ഇടവകയുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ധനവാന്മാരെ ദാനശീലരാക്കണമേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. ദരിദ്രന്മാരെ സഹായിച്ചു പുലർത്തണമേ. ആവശ്യക്കാരുടെ കുറവുകൾ നീ പരിഹരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ രോഗികളായിരിക്കുന്നവരോട് നീ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്റെ സമാധാനവും ശാന്തതയും വാഴുമാറാകണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ താങ്ങിക്കൊള്ളണമേ. മനോദുഃഖിതർക്ക് നീ ആശ്വാസം നൽകണമേ. കർത്താവേ, വഴിയാത്രയിലായിരിക്കുന്നവരെ ഊഷ്മളമായ സങ്കേതങ്ങളിൽ എത്തിക്കണമേ. നിന്റെ കരുണയുടെ വാതിലിൽ മുട്ടി വിളിക്കുന്നവർക്ക് കരുണാവാതിൽ തുറന്നു കൊടുക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പങ്ങളുടെ പറുദീസയിൽ ആശ്വസിപ്പിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം സമർപ്പിക്കും. ഓശോ വബുക്കുല സുബാൻ ലവൽമേ. കരളലിവേറിടും താദാ നിരുപമ കരുണ സാഗരമേ. ദിനമിതിലങ്ങേക്കർപ്പിച്ചോ തിരുബലിയെ കൈക്കൊള്ളുക. യബൂസായന്റെ കളത്തറയിൽ
കർത്താവേ തിരുഹിതമാർന്ന ക്ഷിതിപാലക നിബിധാവീതിൻ പരിപാവനമാം ബലി പോലെ സെലോൻ ബശ്ലോമോ ആഹായ ഹബീബാൻ വത്സലരേ മമ സോദരരേ കർത്താവിൻ പുണ്യപ്രദമാ ബലിപീഠത്തിൽ നിന്നും പ്രാപിതമാം വാഴ്വുകളോടും വഴിയാഹാരങ്ങൾ സമേതം തൃത്വകൃപയ്ക്കും ദയവിനും നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പോവുക സമാധാനത്താലേ. അകന്നവർ അടുത്തവർ വിഗതന്മാർ ജീവനെഴും തൽ ശ്ലീബായാൽ രക്ഷിതരേ മാമോദീസ റുഷ്മായാലേ മുദ്രിതരേ തൃത്വം നിങ്ങളുടെ പാപങ്ങൾ കന്മഷമഖിലം മോചിക്കും. നിങ്ങളുടെ വാങ്ങി പോയോരിൽ ചേർത്തിടും നൽ ആശ്വാസം. അബലൻ പാപി ദാസനുമാ ഈ ഉള്ളോനിൽ കൃപ ചെയ്യുവാൻ പ്രാർത്ഥിക്കണമേ എന്നാളും. പോവുക സമാധാനത്താലേ.